Hi, good morning children. Welcome back to our class. Children, how are you? Are you fine at home? Okay. Children, in the previous class, I told you proper and common nouns. What is a noun? A noun is the name of a person, place, animal or thing. Or naming words are called nouns. There are 5 types of nouns. They are proper noun, common noun, collective noun, abstract noun and material noun. Proper noun ഞാൻ പറഞ്ഞു അല്ലേ, നമ്മൾ സ്പെഷ്യലായിട്ട് സ്പെസിഫൈ ചെയ്ത് പെർട്ടിക്കുലറായിട്ട് പറയുന്ന കാര്യം അല്ലേ, പേഴ്സൺ. ഓക്കെ, പ്ലേസ്. അപ്പോൾ ഇത് പെർട്ടിക്കുലറായിട്ട് വരുന്നത്. കോമൺ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഞാൻ പറഞ്ഞു അല്ലേ, കോമൺ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് കോമൺ, ജനറൽ അല്ലേ, അതാണ് കോമൺ. അപ്പം പ്രോപ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പെഷ്യൽ നെയിം ഗിവൺ ടു എ പേഴ്സൺ, പ്ലേസ്, ആനിമൽ ആൻഡ് തിങ് ഈസ് എ പ്രോപ്പർ നെയിം. സ്പെഷ്യൽ നെയിം പെർട്ടിക്കുലറായിട്ട് നമ്മൾ എടുത്ത് പറയുന്നത് സ്പെഷ്യലായിട്ട് അല്ലേ, സ്പെഷ്യൽ നെയിം ഫോർ ദ സ്പെഷ്യൽ നെയിം ഗിവൺ ടു എ പേഴ്സൺ, ആനിമൽ, പ്ലേസ് ആൻഡ് തിങ് അല്ലേ. പിന്നെ കോമൺ ഓൾറെഡി ഐ ടോൾഡ് യു, കോമൺ നോ നെയിം ഓഫ് എനി പേഴ്സൺ, പ്ലേസ്, ആനിമൽ ആൻഡ് തിങ്, നെയിം ഓഫ് എനി പേഴ്സൺ. അപ്പോൾ പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് സ്പെഷ്യൽ നെയിം ഗിവൺ ടു എ പേഴ്സൺ, ആനിമൽ, പ്ലേസ് ആൻഡ് തിങ് അല്ലേ. അതായത് നമ്മൾ സ്പെഷ്യലായിട്ട് സ്പെസിഫൈ ചെയ്ത് പറയുന്ന, സ്പെഷ്യലായിട്ട് പെർട്ടിക്കുലറായിട്ട് പറയുന്ന കാര്യം. പിന്നെന്താണ് കോമൺ എന്ന് പറഞ്ഞാൽ? ദ കോമൺ നൗൺ, ദ നെയിം ഓഫ് എനി പേഴ്സൺ, name of any person, place, animal and thing. And the proper noun always begins with the capital letter and common noun always begins with the small letter. This all in last classes I taught you in the last classes. Okay, then today we are going to study about collective nouns. What children? Collective nouns. കളക്റ്റീവ് നൗൺ. കളക്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, കളക്ഷൻ ഓഫ് ആനിമൽസ്, തിങ്സ്, പേഴ്സൺസ്. കണ്ടോ, അതാണ് കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞാൽ. എ കളക്റ്റീവ് നൗൺ ഈസ് എ വേർഡ് യൂസ് ടു നെയിം എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ആനിമൽസ് ഓർ തിങ്സ്. എന്താണ് കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞാൽ? എന്താണ്? കളക്ഷൻ ഓഫ് പേഴ്സൺസ്, പീപ്പിൾ, ആനിമൽസ് ആൻഡ് തിങ്സ്. A collective noun is a word used to name a group of people, animals or things. അല്ലേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൂട്ടം ആൾക്കാർ അല്ലേ, ഒരു കൂട്ടം പീപ്പിൾ അല്ലെങ്കിൽ ആൾക്കാർ, ആനിമൽസ്, പിന്നെന്താണ് തിങ്സ്. അതായത് കൂട്ടം, ഗ്രൂപ്പിനെ പറയുന്നതാണ് കളക്റ്റീവ് നൗൺ. അതായത് ഗ്രൂപ്പായിട്ട് വരും അല്ലേ, അതിനൊരു ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിനെ പറയുന്നതാണ് കളക്റ്റീവ് noun. അല്ലേ, ഇപ്പോൾ കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത് എന്താണ്? എ കളക്റ്റീവ് നൗൺ ഈസ് എ വേർഡ് യൂസ് ടു നെയിം എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ആനിമൽസ് ആൻഡ് തിങ്സ്. ഓക്കെ ചിൽഡ്രൻ, കളക്ഷൻ ഓഫ് ആനിമൽസ്, തിങ്സ് ആൻഡ് പേഴ്സൺസ് ഓർ പീപ്പിൾ. Understand what is a collective noun? A collective noun is a word used to name a group of people, animals and things. Okay, what is a collective noun? A collective noun is a word used to name a group of people, animals or things. That means collection of things, animals, then collection of people, animals and things. Okay children, collection of anything. Okay, but collection of things, collection of people and collection of anything. Okay children, example. Listen to me. What is a collective noun? A collective noun is a word used to name a group of people, animals or things. Not a collection of animals, things and people. Okay, now collect group, ഒരു കൂട്ടമായിട്ട് വരുന്നത്. Okay, first one is children, you see many plants in the garden. Many plants in the garden. അപ്പോൾ നമ്മൾ ആ കുറേ പൂക്കളല്ലേ
കുറേ പൂക്കൾ ഇങ്ങനെ നമ്മൾ കാണും. നമ്മുടെ പൂന്തോട്ടത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കുറേ പൂക്കൾ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു കൂട്ടം പൂക്കൾക്ക് നമ്മൾ എന്താ പറയുന്നത് എന്നുള്ളതാണ്. ഒരു കൂട്ടം പൂക്കൾ. അപ്പോൾ എന്താ പറയുന്നത് നോക്കിയേ. ഫസ്റ്റ് വൺ ഈസ് a bunch of flowers. A bunch of flowers. Then keys, grapes, bananas. You see here a bunch of flowers, keys, grapes, bananas. എന്ന് പറഞ്ഞാൽ നിങ്ങൾ പൂന്തോട്ടത്തിൽ കുറേ അധികം ഫ്ലവേഴ്സ് പൂക്കളെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ അതെല്ലാം കൂടെ ടുഗദർ ഒരുമിച്ച് ചേർക്കുമ്പോഴാണ് അതൊരു കളക്റ്റീവ് നൗണായിട്ട് മാറുന്നത്, ഒരു കൂട്ടം, ഒരു ഗ്രൂപ്പായിട്ട് മാറുന്നത്. ടുഗദർ ഒരുമിച്ച് അല്ലേ വരുമ്പോൾ എ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ്. അപ്പം നമ്മളിവിടെ എന്താണ് എ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് എന്താണ് കളക്റ്റീവ് നൗൺ? ബഞ്ച്. ബഞ്ച് ഈസ് എ കളക്റ്റീവ് നൗൺ which refers to a group of flowers. മനസ്സിലായോ? എന്താണ് ഇവിടെ എ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം പൂക്കൾ, ഒരു കൂട്ടം പൂക്കൾ എന്നുള്ളതാണ് അല്ലേ. ഗ്രൂപ്പ്, എ ഗ്രൂപ്പ്, ടുഗെദർ. നമ്മൾ ഒത്തിരി ഫ്ലവേഴ്സ് കാണുമ്പോൾ അതെല്ലാം കൂടെ ഒന്നിച്ച് ടുഗെദർ ആയിട്ട് നമ്മൾ കാണുമ്പോൾ അതിനെ പറയുന്നതാണ് എ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കൂട്ടം അല്ലേ, ഗ്രൂപ്പ്. എ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ്, എ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ്. എ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൂട്ടം പൂക്കൾ അല്ലേ, ഗ്രൂപ്പായിട്ട് നമ്മൾ എടുക്കുന്നത് ടുഗെദർ. You see many flowers in the garden, so we can make them together. അല്ലേ, നമ്മളത് ടുഗെദർ ആയിട്ട് വെക്കുമ്പോൾ, അതായത് ഒരുമിച്ച് ചേർക്കുമ്പോൾ നമ്മളതിന് പറയുന്ന പേരാണ് ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിന് പറയുന്നതാണ്. ഗ്രൂപ്പ് എന്ന് മാത്രം നിങ്ങൾ കളക്ഷൻ എന്ന് പറയുന്നത്, കളക്റ്റീവ് എന്ന് പറയുമ്പോൾ ഓർത്താൽ മതി ഗ്രൂപ്പ്. അപ്പോൾ അതിന് ഒരുമിച്ച് പറയുന്നതാണ് എ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ്. എ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ്. ബഞ്ച് ഈസ് എ കളക്റ്റീവ് നൗൺ which refers to a group of flowers. Same അതുപോലെ തന്നെ a bunch of keys. Bunch is a collective noun which refers to a group of keys. Then a bunch of grapes. A bunch of grapes. Bunch is a collective noun which refers to a group of grapes. Same bananas. A bunch is a collective noun which refers to a group of bananas. അപ്പോൾ ഒരു കൂട്ടം പൂക്കളാണ്, ഒരു കൂട്ടം കീസ്, താക്കോൽ കൂട്ടങ്ങളാണ്. പിന്നെന്താണ്? ഗ്രേപ്സ് അല്ലേ, പിന്നെന്താണ്? ബനാനാസ്. അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടെ നമ്മൾ പറയുന്ന ഒരൊറ്റ വേർഡ് ബഞ്ച് എന്ന് പറഞ്ഞാൽ അത് ഗ്രൂപ്പ്, ഒരു കൂട്ടം ഫ്ലവേഴ്സ്. പിന്നെന്താണ്? ഇത് ഗ്രേപ്സ്. പിന്നെന്താണ്? കീസ്, ബനാനാസ്. അപ്പോൾ ഇവിടെ ബഞ്ച് ഈസ് എ കളക്റ്റീവ് നൗൺ which refers to a group of flowers, keys, bananas and grapes. Understood, children? The next one. Second one. Second one is a pack of wolves. A pack of wolves, then cards. A pack of wolves, cards. You see here, look at the second sentence. A pack of wolves. Wolves എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയത്തില്ലേ, ചെന്നായ്ക്കൾ അല്ലേ. അപ്പോൾ ഒരു കൂട്ടം ചെന്നായ്ക്കൾ. അപ്പോൾ ആ ഒരു കൂട്ടം ചെന്നായ്ക്കൾ എന്നുള്ളതിന് പറയുന്നതാണ് പാക്ക്. എ പാക്ക് ഓഫ് wolves, a pack of cards. അപ്പോൾ ഇവിടെ which is the collective noun? Pack is a collective noun which refers to a group of wolves, wolves and cards. കണ്ടോ, വൂൾസിന് നമ്മൾ പാക്ക് എന്നാണ് പറയുന്നത്. പിന്നെ എന്താണ്? കാർഡ്സ്, അതിന് പാക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏതാണ് കളക്റ്റീവ് നൗൺ? പാക്ക്. പാക്ക് ഈസ് എ collective noun which refers to a group of wolves, then cards. Understand? ഒരു കൂട്ടം ചെന്നായ്ക്കൾ, ഒരു കൂട്ടം cards, കാർഡുകൾ. Then third one. Third one is a library of books.
A library of books. A library of books. നമ്മൾ കണ്ടിട്ടുണ്ട് ലൈബ്രറി അല്ലേ? നമുക്കിവിടെ സ്കൂളിൽ ലൈബ്രറി ഉണ്ടായിരുന്നതാണ് അല്ലേ? അപ്പം നിങ്ങൾ ബുക്സ് ഒക്കെ എടുക്കാൻ ലൈബ്രറി പോയിട്ടുള്ളതാണ്. നിങ്ങൾക്കിപ്പോൾ കോവിഡ് ആയതിൻ്റെ കോവിഡിൻ്റെ ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ നമുക്ക് റെഗുലർ ക്ലാസ് ഇല്ലാത്തത്. ഇപ്പോൾ റെഗുലർ ക്ലാസ് ഉണ്ടായിരുന്ന കുട്ടികൾക്ക് അറിയാം, നമുക്കിവിടെ ലൈബ്രറി ഉണ്ടായിരുന്നു, ബുക്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നോക്കി ലൈബ്രറി ഓഫ് ബുക്സ് കണ്ടോ? ഏതാണ് കളക്റ്റീവ് നൗൺ? ലൈബ്രറി. കണ്ടോ? ലൈബ്രറി ഈസ് എ കളക്റ്റീവ് നൗൺ വിച്ച് റെഫേഴ്സ് ടു എ ഗ്രൂപ്പ് ഓഫ് ബുക്സ്. ഒരു കൂട്ടം ബുക്സിന് പറയുന്നതാണ് ലൈബ്രറി. എ ലൈബ്രറി ഓഫ് ബുക്സ്. എ ലൈബ്രറി ഓഫ് ബുക്സ്. അപ്പോൾ ഒരു കൂട്ടം ബുക്സിന്. ലൈബ്രറി ഈസ് എ കളക്റ്റീവ് നൗൺ വിച്ച് റെഫേഴ്സ് ടു എ ഗ്രൂപ്പ് ഓഫ് ബുക്സ്. ഒരു കൂട്ടം ബുക്സിന് പറയുന്നതാണ് ലൈബ്രറി. അപ്പോൾ ഇവിടെ എന്താണ് കളക്റ്റീവ് നൗൺ? ലൈബ്രറി. Okay children, next one. Next one is a school of fish. A school of fish. Look here. A school of fish. Can you say which one is collective noun here? A school of fish. ഒരു കൂട്ടം ഫിഷ് എന്നുള്ളതാണ്. എങ്ങനെ പറയും? ഏതാണ് കളക്റ്റീവ് നൗൺ? സ്കൂൾ. സ്കൂൾ ഈസ് എ കളക്റ്റീവ് നൗൺ വിച്ച് റെഫേഴ്സ് ടു എ ഗ്രൂപ്പ് ഓഫ് ഫിഷ്. ഒരു കൂട്ടം ഫിഷ് എന്ന് പറയുന്നതാണ് സ്കൂൾ. എ സ്കൂൾ ഓഫ് ഫിഷ്. നിങ്ങൾ ചെറിയ ഫിഷിനെ കണ്ടിട്ടുണ്ട്, വലിയ ഫിഷിനെ കണ്ടപ്പോൾ നമ്മളിതെല്ലാം കൗണ്ട് ചെയ്ത് വരുമ്പോൾ അല്ലേ ചെറുതും വലുതൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ ഒരു കൂട്ടം ഫിഷിനെ പറയുന്നതാണ് സ്കൂൾ. എ സ്കൂൾ ഓഫ് ഫിഷ്. ഓക്കെ, നെക്സ്റ്റ് വൺ. എ ഹേർഡ് ഓഫ് കാറ്റിൽ കൗസ്. A herd of cattle cows. Here which one is a collective noun children? Can you say? Can you say children? Herd. Herd is a collective noun which refers to a group of cattle cows. ഈ കാറ്റിൽ ഒന്നിച്ചല്ലേ കാറ്റിനെ ഒരൊറ്റ ഗ്രൂപ്പായിട്ട് ടുഗദർ ഒരുമിച്ച് കാണുമ്പോൾ നമ്മൾ പറയുന്നതാണ് ഹേർഡ്. അതേപോലെ തന്നെ കൗസ്. Okay children, a herd of cattle cows. So which one is a collective noun here? Herd. Herd is a collective noun which refers to a group of cattle or cows. ഈ cattle cowsന് പറയുന്നത് എന്താണ്? herd എന്നാണ്. അതാണ് ഇവിടെ collective noun. Then now children, I will give you some examples. You have to tell the answer. ഇപ്പോൾ പഠിച്ച കളക്റ്റീവ് നൗൺ അല്ലേ? അപ്പോൾ കളക്റ്റീവ് നൗൺ ഇതിനകത്ത് കുറച്ച് സെൻറ്റൻസസ് തരും. അതിനകത്ത് കളക്റ്റീവ് നൗൺ ഏതാണെന്ന് നിങ്ങൾ പറയണം. യു ഹാവ് ടു ഐഡൻറ്റിഫൈ ചിൽഡ്രൻ. ഓക്കെ, ഫസ്റ്റ് വൺ. A troop of monkeys. Second one. A swarm of bees. Third one. A bouquet of roses. A bouquet of roses. The next one. A flock of birds, sheep. Then a bundle of sticks, pencils. Okay children, now you have to identify which one is a collective noun. First look at the first sentence. A troop of monkeys. എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം കുരങ്ങന്മാരെന്നുള്ളതാണ്. ഗ്രൂപ്പ്, ഒരു കൂട്ടം അല്ലേ? നമ്മളത് ടുഗദർ ആയിട്ട് പറയുമ്പോൾ അത് എന്തുമാണ് ഇവിടെ കളക്റ്റീവ് നൗൺ എന്ന് പറയണം. എ ട്രൂപ്പ് ഓഫ് monkeys. Can you say?
Tell me, children. Yes. Troop is a collective noun which refers to a group of monkeys. Troop is a collective noun which refers to a group of monkeys. The next one, a swarm of bees. Here, which one is a collective noun? Can you say, children? Which one is a collective noun? Swarm is a collective noun which refers to a group of bees. ഒരു കൂട്ടം ബീസിന് പറയുന്നതാണ് swarm. Swarm, a swarm of bees. Swarm is a collective noun which refers to a group of bees. Look at the third one. A bouquet of roses. A bouquet of roses. ഒരു കൂട്ടം റോസാപ്പൂക്കൾ. ഒരു കൂട്ടം റോസ്. എങ്ങനെയാ പറയേണ്ടത്? A bouquet of roses. Which one is a collective noun here, children? Tell me. Bouquet of roses. Bouquet. കണ്ടിട്ടില്ലേ നിങ്ങൾ bouquet? Bouquet എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം roses. A bouquet of roses. Bouquet is a collective noun which refers to a group of roses. Isn't it? The next one, a flock of birds, sheep. Here, which one is a collective noun? Which one is a collective noun? Flock. Flock is a collective noun which refers to a group of birds, sheep. Okay, children. The last one, a bundle of sticks, pencils. A bundle of sticks, pencils. Which one is a collective noun here? Can you see, children? Bundle. കണ്ടോ? Bundle. ഒരു കൂട്ടം സ്റ്റിക്സ് നമ്മൾ പറയുന്നതാണ് bundle. Bundle is a collective noun which refers to a group of sticks, pencils. So these are the collective noun. What is a collective noun? A collective noun is a word used to name a group of people, animals or things. Isn't it? Not a collection of animals, things, persons or people. Okay, children, what is a collective noun? A collective noun is a word used to name a group of people, animals or things. Okay, then again so many are there. Next one. Another example. Another example. A panel of doctors. A panel of doctors. A litter of puppies. A panel of doctors. Then a litter of puppies. Here, panel is a collective noun which refers to a group of doctors. Here, a litter of puppies. പട്ടിക്കുഞ്ഞുങ്ങൾ അല്ലേ? puppies. എന്താ പറയുക? Litter. Litter is a collective noun which refers to a group of puppies. Understood, children? Have you understood now? അപ്പം collective noun എന്ന് പറഞ്ഞാൽ എന്താണ്? Collection of people, animals or things. That is collective noun. Okay, children? Once again, what is a collective noun? A collective noun is a word used to name a group of people, animals or things. Okay, children, today's homework. Write the next 5 lines. Next 5 lines. ഏതാണ്? Cursive writing. Okay. Cursive writing. Write the next 5 lines. One second. See. Cursive writing. Write the next 5 lines. അടുത്ത 5 വരി എഴുതണം കേട്ടോ. അതാണ് cursive writing.
night, day. Children, your 4-line book is there, no? 4-line book. 4-line, 1, 2, 3, 4. 4-line books are there. See, 1, 2, 3, 4. ആ 4-line book എടുത്തിട്ട് എന്ത് ചെയ്യണം? ടച്ച് ചെയ്ത് നോക്കിയാൽ ഓരോ ലൈൻ ടച്ച് ചെയ്യും. കണ്ടോ? N വൈയും മിഡിൽ ലൈനാ. G അവസാനത്തെ 3 വരി. കണ്ടോ? H first 3 lines. T first 3 lines. Night, day. D-A-Y, day. Day is the first 3 lines. A is in the middle. Y is in the last 3 lines. This is also right, children. Okay? Children, I am going to wind up the class. Thank you and have a nice day.